ബിഗ് ബോസ് മലയാളം സീസൺ 6 വരവറിയിച്ചുകൊണ്ടുള്ള ലോഗോ ഇതിനോടകം ചാനലിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. ഏഷ്യാനെറ്റ് ചാനലിലും പുതിയ സീസണിൻ്റെ ലോഗോ നിലവിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 കോമണേഴ്സിനുള്ള എൻട്രി. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ സീസണിലും ബിഗ് ബോസ് മലയാളം സീസൺ 6 കോമണേഴ്സിന് എൻട്രി ഉണ്ട്. അതിന് ബിഗ് ബോസ് തന്നെ ഒരു കോമണേഴ്സ് കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്. ആ കോമണേഴ്സ് കോൺടെസ്റ്റിൽ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക. കഴിഞ്ഞ വർഷം ഷോയുടെ പ്രധാന സ്പോൺസറുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയായിരുന്നു ഇതിനുള്ള സെലക്ഷൻ പ്രോസസ്സുകൾ നടന്നത്. എന്നാൽ ഇക്കൊല്ലം ചാനലിൻ്റെ മാതൃകമ്പനിയായ സ്റ്റാർ ടിവിയുടെ വെബ്സൈറ്റ് വഴിയാണ് ഇതിനുള്ള സൗകര്യം ഒരുക്കുന്നത്. നിങ്ങൾ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു കോമണറായി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെ വിശദ വിവരങ്ങൾ അറിയാൻ വേണ്ടി bb6.startv.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. bb6.startv.com എന്ന വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട മത്സരത്തിന് എൻ്റർ ചെയ്യേണ്ട ഒരു ഫോമാറ്റും അതിനോടനുബന്ധിച്ച് തന്നെ ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനെ കുറിച്ച് മറ്റൊരു വെബ് പേജും ലഭ്യമാണ്. ഇതിലുള്ള പ്രധാന വിവരങ്ങൾ ഇങ്ങനെയാണ്. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് അപേക്ഷിക്കേണ്ട ഫോമാറ്റ് സ്ക്രീനിൽ കാണുന്ന ഇതേ ഫോമാറ്റ് തന്നെയാണ്. അതിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ആദ്യം ഒഫീഷ്യലായിട്ടുള്ള നമ്മുടെ ഒഫീഷ്യൽ നെയിമും മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് OTP നേടുക എന്നുള്ളതാണ്. ആ OTP നേടിയതിന് ശേഷം ബാക്കി ആവശ്യമായ ഡേറ്റകൾ ഫില്ല് ചെയ്യുക. വ്യക്തിയുടെ ഇമെയിൽ ID, ഒരു കമൻറ്റ് കോളമുണ്ട്, അതിൽ പൂരിപ്പിക്കേണ്ട കമൻറ്റ് എന്നിവ പൂരിപ്പിക്കുക. ഒരു പക്ഷേ ഇംഗ്ലീഷിൽ തന്നെ പൂരിപ്പിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതിനുശേഷം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വീഡിയോയ്ക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറയുന്നുണ്ട്, അത് പിന്നീട് പറയാം. ആ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരു ക്ലിക്ക് ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ കോമണേഴ്സ് കോൺടെസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണ് എന്നതാണ്. ഫസ്റ്റ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഏജ് റെസ്ട്രിക്ഷൻ ആണ്. ഈ കൊല്ലം വളരെ കൃത്യമായ ഒരു ഏജ് റെസ്ട്രിക്ഷൻ പറയുന്നുണ്ട്. ഈ ജനുവരി 1 ബേസ് ചെയ്താണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 18 വയസ്സ് തികഞ്ഞയാളും 35 വയസ്സിൽ കവിയാത്ത ആളുമായിരിക്കണം. മറ്റൊന്ന്, അയാൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കുകയും ഒപ്പം ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കുന്ന ഒരാളുമായിരിക്കണം. ഇനി എത്ര ദിവസത്തേക്കാണ് ഈ കോമണേഴ്സ് കോൺടെസ്റ്റ് നടക്കുക എന്നതാണ്. ജനുവരി 5 മുതൽ ജനുവരി 20 വരെയാണ് ഇതിനുള്ള അവസരം. ഈ 16 ദിവസങ്ങളിലേക്കാണ് മത്സരാർത്ഥികൾക്ക് മത്സരിക്കാൻ കഴിയുക. അതായത് ജനുവരി 20 രാത്രി 11:59 വരെ അപേക്ഷിക്കാം. 11:59 മുൻപ് അപ്ലോഡിംഗ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിരിക്കണം. ഇനി എന്താണ് വീഡിയോ ഫോമാറ്റ് എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ തയ്യാറാക്കേണ്ടത് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോയാണ്. അതിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ സ്വന്തം പ്രൊഫൈൽ എന്തെന്ന് വ്യക്തമായി പറയുക. നമ്മളുടെ പ്രത്യേകതകൾ എന്താണ്, എന്തുകൊണ്ടാണ് നമ്മളെ ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെയൊരു ഷോയിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ള ആളാകുന്നത് എന്നതിനെക്കുറിച്ച് നറേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോയാണ് ചെയ്യേണ്ടത്. 3 കാര്യങ്ങൾ. 1, സ്വന്തം പ്രൊഫൈൽ നറേറ്റ് ചെയ്യുക, നമ്മളുടെ പ്രത്യേകതകൾ എന്തെന്ന് പറയുക, എന്തുകൊണ്ട് ഷോയിൽ പങ്കെടുത്തുകൊണ്ട് ഷോയ്ക്കുള്ള പ്രയോജനം എന്ത് എന്നതിനെക്കുറിച്ച് നറേറ്റ് ചെയ്യണം. ഇത് ഒന്നുകിൽ മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ചെയ്ത ഒരു വീഡിയോ ആയിരിക്കണം. ഇനി ഇതിൻ്റെ ഡ്യൂറേഷനെ കുറിച്ചുള്ള നിബന്ധനകൾ ടേംസ് ആൻഡ് കണ്ടീഷൻ പോർഷനിൽ പറയുന്നത് ഇങ്ങനെയാണ്. 360 സെക്കൻഡ് എന്നാണ്. അതായത് 6 മിനിറ്റിൽ കവിയാത്ത ഒരു വീഡിയോ ആയിരിക്കണം. പിന്നീട് വരുന്നൊരു കാര്യം അപ്ലോഡ് ചെയ്യുന്ന ഫയലിൻ്റെ സൈസ് സംബന്ധിച്ചാണ്. ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷൻ പോർഷനിൽ പറയുന്നത് 64 MB ഡാറ്റ എന്നാണ് പറയുന്നത്. അതേസമയം അപ്ലോഡ് ചെയ്യുന്ന രജിസ്ട്രേഷൻ ഷീറ്റിൻ്റെ ഫേസിൽ പറഞ്ഞിരിക്കുന്നത് 50 MB എന്നാണ്. ഈ ഒരു കൺഫ്യൂഷനുണ്ട്. സേഫർ സൈഡിൽ 50 MBയിൽ താഴെയുള്ള ഒരു വീഡിയോ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. നിലവിൽ ടേംസ് ആൻഡ് കണ്ടീഷനിൽ 64 MB എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അപ്ലോഡ് ചെയ്യുന്ന മെനുവിൽ അത് 50 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 50 MBയിൽ കൂടുതലുള്ള ഫയൽ ആരെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. പക്ഷേ 50ൽ താഴെ ചെയ്യുക എന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതും 4 ഫോർമാറ്റിലുള്ള വീഡിയോകൾ മാത്രമായിരിക്കും അക്സെപ്റ്റ് ചെയ്യുക. .mov, .mp4, .mpeg ഈ 4 ഫോർമാറ്റുകളിലുള്ള വീഡിയോ ഫയലുകൾ മാത്രമായിരിക്കും അക്സെപ്റ്റ് ചെയ്യപ്പെടുക. ഇതുകൂടാതെ വീഡിയോയുടെ കണ്ടൻറ്റിനെ കുറിച്ച് വളരെ വിശദമായ കുറേ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്തൊക്കെ തരം കണ്ടൻറ്റുകൾ വരാൻ പാടില്ല, ഏതൊക്കെ തരത്തിൽ ആയിരിക്കണം അത് ചെയ്യേണ്ടത്, അതിൻ്റെ കണ്ടൻറ്റിൻ്റെ നിയമവശങ്ങൾ എന്തായിരിക്കണം തുടങ്ങി വ്യക്തമായിട്ട് ടേംസിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ഇങ്ങനെയായിരിക്കും. 3 ലെവലിലുള്ള സെലക്ഷൻ പ്രോസസ്സ് ആയിരിക്കും. ലെവൽ 1 ഒരു ഡിജിറ്റൽ ഓഡീഷൻ, ലെവൽ 2 ഒരു വീഡിയോ ഓഡീഷൻ,
ലെവൽ 3 ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ എന്നിവയായിരിക്കും അത്. അതിൽ ലെവൽ 1 ഡിജിറ്റൽ ഓഡീഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ പ്രൊഫൈൽ മത്സരാർത്ഥികൾ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ പ്രൊഫൈൽ പരിശോധിച്ച ശേഷം എലിജിബിളായിട്ടുള്ള വീഡിയോ പ്രൊഫൈലുകളിൽ നിന്ന് 100 വീഡിയോ പ്രൊഫൈലുകൾ തിരഞ്ഞെടുത്ത് അവരെ ആയിരിക്കും ലെവൽ 2 ഓഡീഷനിലേക്ക് വിളിക്കുക. ഈ 100 വ്യക്തികളെ ലെവൽ 2 ഓഡീഷനിലേക്ക് തിരഞ്ഞെടുക്കുന്നു. ഈ ലെവൽ 2 ഓഡീഷൻ അത് സൂം പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കാനാണ് സാധ്യത. ഈ സെക്കൻഡ് ലെവൽ ഓഡീഷനിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവരെ പേഴ്സണൽ ഇൻ്റർവ്യൂ സെഷൻ അഥവാ ലെവൽ 3 ഇൻവൈറ്റ് ചെയ്യും. അവിടെ നിന്നായിരിക്കും കോമണർ കണ്ടസ്റ്റൻറ്റിനെ തിരഞ്ഞെടുക്കുക. ഇനി ഏതെങ്കിലും സാഹചര്യമുണ്ടായാൽ കമ്പനിക്ക് ലെവൽ 1 ലഭിക്കുന്ന എൻട്രികളിൽ നിന്ന് ലെവൽ 2 ഓഡീഷൻ ഒഴിവാക്കി ലെവൽ 1 ഓഡീഷനിലെ എൻട്രികളിൽ നിന്ന് 10 പേരെ സെലക്ട് ചെയ്ത് ലെവൽ 3 ഓഡീഷൻ ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൂടി ഇതിൻ്റെ ടേംസിൽ പറയുന്നുണ്ട്. അങ്ങനെ ലെവൽ 3 അപ്പിയർ ചെയ്യുന്ന മത്സരാർത്ഥികളിൽ നിന്ന് ഒരു മത്സരാർത്ഥിയെ കോമണർ ആയി ബിഗ് ബോസ് വീട്ടിൽ എൻട്രി ചെയ്യിക്കും എന്നാണ് ടേംസിൽ പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഈ 1 എന്ന നമ്പർ ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ഉള്ള പ്രൊവിഷനും കമ്പനിക്ക് നൽകിയിട്ടുണ്ട്. നിലവിൽ ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ടാണ് ഈ നമ്പറിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ആവശ്യമുണ്ടെങ്കിൽ കമ്പനിക്ക് മാറ്റം വരുത്താനുള്ള അധികാരവും അതേസമയമുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏതൊരു ഓഡീഷൻ ലെവലിലും നമുക്കുണ്ടാകുന്ന എക്സ്പെൻസുകൾ സംബന്ധിച്ചിട്ടുള്ള വിവരമാണ്. എക്സ്പെൻസുകൾ നമ്മൾ സ്വയം മീറ്റ് ചെയ്യണം എന്നതും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 3rd ലെവൽ ഓഡീഷൻ അല്ലെങ്കിൽ പേഴ്സണൽ ഓഡീഷൻ കേരളത്തിൽ വെച്ചാകും നടക്കുക. കൊച്ചിയിലോ അല്ലെങ്കിൽ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും വെച്ചായിരിക്കും നടക്കുക. ലെവൽ 2 ലെവൽ 3 ഓഡീഷനുകളിൽ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന സമയങ്ങളിൽ നമ്മൾ അറ്റൻഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ ഡിസ്ക്വാളിഫൈ ആകപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഈ വർഷം കോമണേഴ്സ് കോൺടെസ്റ്റിനുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 കോമണർ ഓഡീഷൻ പ്രോഗ്രാമിനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ബിഗ് ബോസിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ bb6.startv.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ ഷീറ്റ് കൂടി വ്യക്തമായി വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം എത്രയും പെട്ടെന്ന് എൻട്രികൾ സമർപ്പിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്, ബിഗ് ബോസ് ഫാനാണ് നിങ്ങളെങ്കിൽ ബിഗ് ബോസ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീണ്ടും പുതിയ വീഡിയോകളും പുതിയ അപ്ഡേറ്റ്സുമായി നമുക്ക് കണ്ടുമുട്ടാം.